إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون اتقوا الله عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയധികം ഭീകരമായ, ഞെട്ടലുണ്ടാക്കുന്ന, സങ്കടകരമായ വാർത്തകളാണ് ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും അവ സമ്മാനിക്കുന്ന ലഹരിയിൽ, ആ ലഹരിയിൽ എല്ലാം മറക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്നത് ഏറെ ആശങ്കയോടെ, ഏറെ പേടിയോടെ, ഏറെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട, അതിന് പരിഹാരം കാണേണ്ട ഒരു അവസ്ഥയിലാണ്, സാഹചര്യത്തിലാണ് നാം ഇന്നുള്ളത്. ജന്മം നൽകിയ മാതാവിനെ ലഹരിക്കടിമപ്പെട്ട ഒരു മകൻ കഴുത്തറുത്തു കൊല്ലുന്നു. ആ വാർത്ത നാം വായിക്കുന്നു. വിദ്യ നുകരുന്ന ഒരു അധ്യാപകനെതിരെ പുറത്തിറങ്ങിയാൽ ഞാൻ കൊന്നുകളയുമെന്ന് ഒരു വിദ്യാർത്ഥി ആക്രോശിക്കുന്നു. ഈ രൂപത്തിലേക്ക്, വളരെ അധപ്പതിച്ച രൂപത്തിലേക്ക് നമ്മുടെ യുവതലമുറ ആപ്പതിച്ചു കൊണ്ടിരിക്കുന്നു, അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കാൻ വൈകാൻ പാടില്ല. ചെറുതും വലുതുമായ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരിയിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്ന നാട് എന്ന രൂപത്തിൽ നമ്മുടെ നാടിനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആളുകൾ.
ഏത് നിമിഷവും ലഹരി മാഫിയയുടെ വലയിൽ അകപ്പെടാൻ സാധ്യതയുള്ള നമ്മുടെ മക്കൾ, അവരുടെ അടിമകളായി പോകുന്ന നമ്മുടെ മക്കൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. കൃത്യമായ നെറ്റ്വർക്കോടെ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയാണ് നമ്മുടെ പ്രദേശങ്ങളിൽ പല കാര്യങ്ങളും നീക്കുന്നത് എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കണം. അതേ സമയത്ത് തന്നെ അത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ, അത്തരം മാഫിയകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ, ആ ആളുകൾ തന്നെ മദ്യത്തിന്റെ പോഷക ഗുണങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് ജനപ്രതിനിധികൾ എത്തി നിൽക്കുന്നു അല്ലെ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്കിടയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നാടൻ കള്ള് അത് കൃത്യമായി ആളുകൾക്ക് കൊടുത്താൽ നല്ല പോഷണം ലഭിക്കുമെന്ന് സാധാരണക്കാരല്ല പറയുന്നത്. നേരെ മറിച്ച് നാട് ഭരിക്കാൻ നാം ഏൽപ്പിച്ചിട്ടുള്ള ജനപ്രതിനിധികളാണ് ഈ ആളുകൾക്കിടയിൽ, ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത് എന്നുള്ളത്. ഇതിന്റെ ഗൗരവം വളരെയധികം ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാക്കി തരുന്നതാകണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മദ്യത്തെ നാടിന്റെ മുഖ്യ വരുമാനമാക്കാനാണ് ശ്രമിക്കുന്നത്. ഭരണ സംവിധാനങ്ങളിലധികവും ഈ നാടിന്റെ മുഖ്യ വരുമാനമാക്കി മദ്യത്തെ ആക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൃത്യമായി നാം ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വലിയ വില നമ്മുടെ സന്താനങ്ങളിലൂടെ, നമ്മുടെ സമുദായത്തിന്റെ ആളുകളിലൂടെ, സമൂഹത്തിലെ ആളുകളിലൂടെ, നമ്മുടെ വീട്ടിലുള്ള ആളുകളിലൂടെ നാം വലിയ വില നൽകേണ്ടി വരും എന്നുള്ളത് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെയാണ് ഓരോ വ്യക്തിക്കും, ഓരോ സമുദായത്തിന്റെ നേതാക്കന്മാർക്കും ചില കടമകളും കടപ്പാടുകളും ഉണ്ട് എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്. നിഷ്ക്രിയത്വമല്ല, സജീവമായ ഇടപെടലാണ് ഈ സമയത്ത് ആവശ്യമായിട്ടുള്ളത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ആ ലഹരിയെ ഇത്ര എതിർക്കാൻ കാരണം? 1400 വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിലും സർവ ആഭാസങ്ങളിലും ആറാടി ജീവിച്ചിട്ടുള്ള സമൂഹമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ദിവ്യവചനങ്ങൾ അവരിൽ പരിവർത്തനം സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, പരലോകത്തിൽ വിശ്വസിച്ചവരെ, ഇന്നമൽ ഖംറു വൽ മൈസർ, തീർച്ചയായും മദ്യവും മയക്കുമരുന്നും, വൽ അൻസാബ് വൽ അസ്ലാം, പ്രശ്നം വെച്ച് നോക്കുവാനുള്ള അമ്പുകളും അതേപോലെ തന്നെ പ്രതിഷ്ഠകളും എല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചികമായ മ്ലേച്ഛ പ്രവൃത്തികൾ മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഫജ്തനിബൂ, അത് നിങ്ങൾ ഒഴിയണം, അത് നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ വർജിക്കണം, അതിൽ നിന്ന് ദൂരെ നിൽക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത്. എന്തിനാണത് വർജിക്കണമെന്ന് പറയുന്നത്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ്. വിജയിക്കണമോ? മദ്യം നിങ്ങളിൽ നിന്ന് ഒഴിവാകണം, ലഹരി നിങ്ങളിൽ നിന്ന് ഒഴിവാകണം, ചൂതാട്ടം നിങ്ങളിൽ നിന്ന് ഒഴിവാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ജീവിത വിജയം സാധ്യമല്ല എന്ന് ഖുർആൻ ഉറപ്പിച്ചും തറപ്പിച്ചും പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ. നമ്മുടെ ആ സമയത്താണ് നമ്മുടെ നാടിന്റെ തനത് മദ്യം കൃത്യമായി കൊടുത്താൽ അത് നമ്മുടെ നാടിന്റെ വരുമാനമാണ് എന്ന് പറയുന്ന പ്രതിനിധികൾ ഉണ്ടാകുന്നത്, അത് പോഷകമാണെന്ന് പറയുന്ന പ്രതിനിധികൾ ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത്, അല്ലാഹു തആല പറഞ്ഞത്, വിശ്വാസികളെ
എന്ന് വിളിച്ചുകൊണ്ടാണ്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയുമ്പോൾ ആ മതവിധി നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഒന്നാമതായി അല്ലാഹു തആല പറഞ്ഞത് മദ്യത്തെയാണ്, രണ്ടാമത് പറഞ്ഞത് ചൂതാട്ടത്തെയാണ്, പ്രതിഷ്ഠതകളെയാണ്, പ്രശ്നം വെച്ച് നോക്കുന്നതിനെയാണ്. അല്ലാഹു തആല ഇത് മ്ലേച്ഛകരമായ അങ്ങേയറ്റം വൃത്തികെട്ട പ്രവർത്തനമാണ്, നിങ്ങളത് ഒഴിവാക്കണം, ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ഫജ്തനിബു, അത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മദ്യം ഒഴിവാക്കണമെന്ന് പറയാനുള്ള കാരണം? ഇസ്ലാം എന്തുകൊണ്ടാണ് മദ്യം ഒഴിവാക്കണമെന്ന് പറയുന്നത്? മദ്യം എന്ന് പറയുമ്പോൾ കുടിക്കുന്നത് മാത്രമല്ല മദ്യം, വെക്കുന്നതും മദ്യമാണ്, വലിക്കുന്നതും മദ്യമാണ്, കുത്തിവെക്കുന്നതും മദ്യമാണ്, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്. കുല്ലു മുസ്കിരിൻ ഖംറ, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറ എന്ന പദത്തിൽ ഉൾപ്പെട്ടു, മദ്യമാണത്. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്നാമതായി ഇസ്ലാം അത് നിരോധിക്കുവാനുള്ള കാരണം ആ മദ്യത്തിലൂടെ, ലഹരിയിലൂടെ, ലഹരി മരുന്നിലൂടെ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നത് ശത്രുത മാത്രമാണ്, വിദ്വേഷം മാത്രമാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള 24 വയസ്സായിട്ടുള്ള നിസാം എന്ന ചെറുപ്പക്കാരൻ, ആ നിസാം എന്ന ചെറുപ്പക്കാരൻ അവന്റെ അനുഭവം പറയുകയാണ്. 22 വയസ്സുവരെ ഒന്നും ഉപയോഗിക്കാത്ത, ലഹരി മരുന്നുകളൊന്നും ഉപയോഗിക്കാത്ത, ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല എന്നാണ് അവന്റെ അനുഭവത്തിൽ നിന്ന് അവൻ പറഞ്ഞത്. എന്നാൽ അവൻ ഒരിക്കൽ അവന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ടൂർ പോകുന്നു. കൂട്ടുകാരന്മാരിൽ ചില ആളുകൾ ലഹരി ഉപയോഗിക്കുന്നു. ആ സമയത്ത് അവനോട് പറയുന്നു, ചെറുതായിട്ടൊന്ന് നോക്ക്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എല്ലാം നമ്മൾ അറിയണമല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്റെയും നിങ്ങളുടെയും മക്കൾ അങ്ങനെയാണ് കുടുക്കിലകപ്പെടുന്നത്. എല്ലാം നീ അറിയണമല്ലോ, നമ്മൾ അറിയണമല്ലോ. ഇതങ്ങനെ അഡിക്റ്റ് ആവുന്ന കാര്യമൊന്നുമല്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ അവനെ നിർബന്ധിച്ച് ചെറുതായി അവൻ കഴിക്കുന്നു. പിന്നീട് അതിനുശേഷം അതിനേക്കാൾ കുറച്ച് കൂടുതൽ അളവിൽ അവൻ വീണ്ടും അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. MDMA എന്ന് പറയുന്ന മയക്കുമരുന്നാണ് അവൻ ഉപയോഗിച്ചത്. അവൻ പറയുന്ന കാര്യം, അതെനിക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഞാൻ അതിന് അഡിക്റ്റായി എന്നാണ്, അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ യാത്രകൾ ചെയ്തു എന്നാണ്, അതിനുവേണ്ടി ഞാൻ ആയിരങ്ങൾ ചെലവഴിച്ചു എന്നാണ്. പിന്നീട് അതിന് ആവശ്യമായിട്ടുള്ള പണം തികയാതെ വന്നപ്പോൾ അത് കച്ചവടം ചെയ്യുന്ന കാരിയറായി ഞാൻ മാറി എന്നാണ്. പിന്നീട് പറയുന്ന കാര്യം എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ഞാൻ സമൂഹത്തിലെ വലിയ ആളുകൾക്ക് MDMA വിറ്റു എന്നാണ്. ചില ഡോക്ടർമാർ എന്നിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, നഴ്സുമാർ എന്നിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഒരു ബൈക്കിൽ വന്ന് എന്നിൽ നിന്ന് MDMA വാങ്ങിയിട്ടുണ്ട്, മകനും പിതാവും വാങ്ങിയിട്ടുണ്ട്. സമൂഹത്തിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എന്ന് നാം വിചാരിക്കുന്ന പല ആളുകളും എന്നിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ യുവാവ് തുറന്നു പറയുകയാണ്. എന്റെ ജീവിതം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ജീവിതത്തിലേക്ക്
തിരിച്ചു വന്നിരിക്കുകയാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹു അവനെ സംരക്ഷിക്കട്ടെ. അല്ലാഹു ആ യുവാവിന് അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള, അത് ഒഴിവാക്കി നല്ല രൂപത്തിൽ ജീവിക്കുവാനുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും അതിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ. സഹോദരങ്ങളെ അവൻ പറഞ്ഞ കാര്യമുണ്ട്. അത് ഉപയോഗിക്കുന്ന സമയം ആദ്യമെല്ലാം ധൈര്യമുണ്ടാകും. എല്ലാ കാര്യങ്ങളും ആവേശത്തോടെ, എനർജിയോടെ, ഊർജത്തോടെ പ്രവർത്തിക്കുവാനുള്ള ധൈര്യമുണ്ടാകുമെന്നാണ്. പിന്നീട് ആ ധൈര്യം ചോർന്നുകൊണ്ട് എല്ലാവരെയും സംശയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. സ്വന്തം പിതാവിനെ സംശയിക്കുന്ന, മാതാവിനെ സംശയിക്കുന്ന, പെങ്ങളെ സംശയിക്കുന്ന, വീട്ടുകാരെ, കുടുംബത്തെ, സമൂഹത്തെ എല്ലാവരെയും സംശയിക്കുന്ന അവസ്ഥയിലേക്ക്, ഒരു സ്റ്റേജിലേക്ക് അവൻ എത്തിപ്പെടും എന്നുള്ളതാണ്. എന്നിട്ടോ ആ സംശയം വഴിമാറുന്നത് അക്രമത്തിലേക്കാണ്. എല്ലാ ആളുകളെയും അതിക്രമിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക്, ദേഷ്യത്തിലേക്ക്, തല്ലിപ്പൊട്ടിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ പറയുന്നത് ഞാൻ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ അതിക്രമം പിന്നീട് ചെന്ന് ചേരുക എല്ലാ ആളുകളെയും പേടിയോടുകൂടി, എല്ലാ ആളുകളും എനിക്കെതിരാണ്, അവിടെ പോയാൽ ആ ആളുകൾ എനിക്കെതിരാണ്, ഇവിടെ പോയാൽ ഈ കുടുംബം എനിക്കെതിരാണ് എന്ന് പറയുന്ന, എല്ലാവരെയും പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു സ്റ്റേജിലേക്ക് ഇത്തരം രാസമരുന്നുകൾ, ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എത്തിപ്പെടുമെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടൊഴിഞ്ഞു നിൽക്കും. എല്ലാവരിൽ നിന്നും അവർ വിട്ടു നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അവസാനം അവൻ ഡിപ്രഷനിലേക്ക് പോകും. പല ആളുകളും, മഹാഭൂരിപക്ഷം ആളുകളും അതിന്റെ അവസാനത്തിൽ ആത്മഹത്യയിലേക്കാണ് പോകുന്നത് എന്നാണ് വെളിപ്പെടുത്തൽ. അതുപോലെ തന്നെയാണ് പഠനവും നടന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഇന്നമാ യുരീദു ശൈത്താൻ അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംർ. ലഹരി ഉപയോഗിക്കുന്നതിലൂടെ, മദ്യം ഉപയോഗിക്കുന്നതിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ശത്രുത വളർത്താനാണ്, നിങ്ങളിൽ പക വളർത്താനാണ്. അതുമാത്രമാണ് നിങ്ങൾക്കുണ്ടാവുക. അതേപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തടയാനുമാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാൻ, നമസ്കാരം അല്ലാഹുവിനെ ഓർക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അത്തരം ആരാധനാ കർമ്മങ്ങളിൽ ആ കർമ്മങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കാത്ത ആളുകളായി തീരും. ഈ കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നത് ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കാറായില്ലേ? വിരമിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഈ ഒരു കാര്യം മാത്രമാണ്, മറ്റുള്ളവരോട് അതിക്രമം കാണിക്കുക, മറ്റുള്ളവരോട് വയലൻസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് സാമൂഹികപരമായി നിങ്ങൾക്ക് മദ്യത്തിലൂടെ, മയക്കുമരുന്നതിലൂടെ ലഭിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം അത് വിലക്കിയത്. രണ്ടാമത്തെ കാര്യം, ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പുണ്ടാകുന്നത് അത് കൃത്യമായി, കുടുംബം കൃത്യമായി സമാധാനത്തോടുകൂടി പോകുമ്പോഴാണ്. മദ്യം സേവിക്കുന്ന, മദ്യത്തിനടിമയായിട്ടുള്ള, ലഹരിക്കടിമയായിട്ടുള്ള ആളുകളുള്ള കുടുംബങ്ങളിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പല ആളുകൾക്കും അവർക്ക് അനുഭവം ഉണ്ടാകും. എവിടെയാണ് സമാധാനം, എവിടെയാണ് ശാന്തി ഉള്ളത്? സഹോദരങ്ങളെ, എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്, എത്രയെത്ര കുടുംബങ്ങളാണ് കണ്ണു
കണ്ണീർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര കുടുംബിനികളും കുഞ്ഞുമക്കളുമാണ് ലഹരി കടിമപ്പെട്ട ആളുകളാൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി നാം നിരീക്ഷിച്ചാൽ അത് അത് കുടുംബത്തെ തകർക്കുന്നത് മാത്രമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ കാരണം കൊണ്ടാണ്. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ലഹരി എന്ന് പറഞ്ഞാൽ മദ്യം എന്ന് പറഞ്ഞാൽ അത് സർവ തിന്മകളുടെയും സർവ മ്ലേച്ഛതകളുടെയും മാതാവാണ്. വഅക്ബറുൽ കബായിർ, വൻ പാപങ്ങളാണ്. മൻ ശരിബഹാ, അതാരെങ്കിലും കുടിച്ചാൽ, അതാരെങ്കിലും കഴിച്ചാൽ, അതാരെങ്കിലും വെച്ചാൽ, അതാരെങ്കിലും കുത്തിവച്ചാൽ, വഖാല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, പിന്നെ അവന്റെ മാതാവാരാണെന്ന് അവന് ബോധമില്ല. അതുകൊണ്ടാണ് തന്റെ മാതാവ്, ചികിത്സ കഴിഞ്ഞ് കിടക്കുന്ന മാതാവിനെ കുത്തിക്കൊലപ്പെടുത്തുവാൻ പ്രചോദനം അവന് നൽകിയത് അവന്റെ സ്വബോധമല്ല, നേരെ മറിച്ച് അവൻ കഴിച്ചിട്ടുള്ള ലഹരിയാണ്. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവന്റെ മാതാവ് ആരാണെന്നറിയില്ല, അവന്റെ അമ്മായിയാണ്, അവന്റെ മൂത്തമ്മയാണ്, അവന്റെ ഇളയമ്മയാണ്, അവന്റെ പെങ്ങളാണ് എന്നവന് ബോധമുണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദ്യം കുടിക്കരുത്, മദ്യം നിങ്ങൾ കഴിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. കാരണം എല്ലാ തിന്മകളിലേക്കും നിങ്ങളെ തുറക്കുന്ന എല്ലാ തിന്മകളുടെയും സർവ തിന്മകളുടെയും താക്കോലാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പഴയ ചരിത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കുക. തിന്മകളുടെ അന്ധകാരം കാരണം ജാഹിലിയ്യ കാലം എന്ന് നാം അതിനെ പേര് വിളിക്കുന്നു. എല്ലാ രൂപത്തിലും മോശപ്പെട്ട ഒരു സമുദായമായിരുന്നു അവർ. കച്ചവടത്തോടൊപ്പം മദ്യവും വ്യഭിചാരശാലകളും പലിശയും ലോട്ടറിയുമെല്ലാം അവരുടെ മുഖ്യ വരുമാനമായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ നാടിന്റെ മുഖ്യ വരുമാനം ആ രൂപത്തിലാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര കടമെടുത്താലും നമ്മുടെ നാടിന്റെ കടം, നമ്മുടെ നാടിന്റെ ബാധ്യത തീരുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൃത്യമായി നിരീക്ഷിച്ചാൽ എന്തുകൊണ്ടാണ് വീണ്ടും 1000 കോടികൾ വീണ്ടും കടമെടുക്കേണ്ടി വരുന്നത് എന്ന് നാം പരിശോധിച്ചാൽ ഉള്ള വരുമാനം തന്നെ ലോട്ടറിയിൽ നിന്നാണ്, ഉള്ള വരുമാനം തന്നെ മദ്യത്തിൽ നിന്നാണ് എങ്കിൽ സമൂഹമായി നശിക്കുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അവരെങ്ങനെയാണ് മാറ്റിയത്? അല്ലാഹു തആല പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ദൂതനെ അവരിൽ അയച്ചു. എങ്ങനെ? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരിൽ നിന്നുള്ള ഒരാളെ അവരിലേക്ക് ദൂതനെ അയച്ചുകൊണ്ട് ഈ ഖുർആനാകുന്ന വിശുദ്ധ ഖുർആനാകുന്ന ആ ഖുർആൻ അവരിലേക്ക് ഓതി കേൾപ്പിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചു എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരാൾ പഠിക്കുമ്പോഴാണ് അയാളിൽ സംസ്കരണം ഉണ്ടാകുന്നത്. എന്തിനാണ് QHLS നമ്മൾ തുടങ്ങിയത്? ആ സംസ്കരണം നമ്മളിലും നമ്മുടെ കുടുംബിനികളിലും നമ്മുടെ കുട്ടികളിലും ഉണ്ടാകണമെന്ന നിയത്തിലാണ്. എത്ര ആളുകളാണ് ഈ QHLS-ൽ പങ്കെടുക്കുന്നത്? ഒരു മഹല്ലി എന്നുള്ള നിലക്ക് QHLS തുടങ്ങിയിട്ട് എത്ര ആളുകളാണ്, എത്ര ചെറുപ്പക്കാരാണ് QHLS-ൽ കൃത്യമായി പങ്കെടുക്കുന്നത് എന്ന് പരിശോധിച്ചാൽ കൃത്യമായി എനിക്ക് മനസ്സിലാകും. ഞാൻ പങ്കെടുക്കുന്നില്ല, എന്റെ കുടുംബത്തിലെ ഇന്ന ആളുകൾ പങ്കെടുക്കുന്നില്ല, വളരെ തുച്ഛമാളുകൾ. എങ്ങനെയാണ് മാറ്റമുണ്ടാക്കുവാൻ സാധിക്കുക?
എങ്ങനെയാണ് നമ്മുടെ മക്കളെ ലഹരി മാഫിയകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുക? ലഹരിയിൽ അടിമപ്പെടാതെ അവരിൽ വീഴാതെ സൂക്ഷിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവരെ ദീൻ പഠിപ്പിക്കുക, അവരെ ഖുർആൻ പഠിപ്പിക്കുക, അല്ലാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അങ്ങനെയാണ് സംരക്ഷണം നാം ഒരുക്കേണ്ടത്. അതിനാണ് നമ്മൾ ഖുർആൻ ക്ലാസുകൾ വെക്കുന്നത്, അതിനാണ് QHLS ഉണ്ടാകുന്നത്. ആ അവസരങ്ങൾ കുടുംബസമേതം നമ്മൾ ഉപയോഗിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ ജീവിക്കുന്നവർ, അവർ പിന്നീടാണ് അവർ കൈവിട്ടുപോയ തന്റെ മകളെ കുറിച്ച് പറയുക, കൈവിട്ടുപോയ തന്റെ മകനെ കുറിച്ച് പറയുക. നിങ്ങൾ വലിയ വലിയ ആളുകളാകും, കമ്മിറ്റിയിലൊക്കെ ഉണ്ടാകും, നാട്ടിലെ വലിയ ആളുകളാകും. പക്ഷേ നിങ്ങളുടെ മക്കളെ കൃത്യമായി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ, പരിപാലിച്ചിട്ടില്ല എങ്കിൽ, ചേർത്ത് പിടിച്ചിട്ടില്ല എങ്കിൽ, അവരെ ചേർത്ത് പിടിക്കുവാൻ ഒരു സംഘം പുറത്തു നിൽപ്പുണ്ട്. അവരെ വെള്ളവും വളവും കൊടുത്ത് വളർത്താൻ, പാലും പഴവും കൊടുത്ത് കൃത്യമായി അവരെ നശിപ്പിക്കാൻ പാകത്തിലുള്ള സംഘങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായി പ്ലാനിങ്ങോടെ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ മുന്നറിയിപ്പ് നൽകുകയാണ്. അത്തരം സംഘങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കുവാൻ, കൃത്യമായി മതമെന്താണെന്ന് പഠിക്കുവാൻ നമ്മൾ കൃത്യമായി പരിശ്രമിക്കണം, ജാഗ്രത പുലർത്തണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ചില ആളുകളെല്ലാം പറയാറുണ്ട്, മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടില്ലേ? ആളുകൾ കള്ളുകുടിച്ചില്ല എങ്കിൽ വരുമാനം കുറയില്ലേ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ വളരെ വൃത്തികെട്ട ചിന്തയുള്ള ആളുകളുണ്ട്. വരുമാനം കുറയില്ലേ? അതിന്റെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, തൊഴിൽ നഷ്ടപ്പെടൂലേ? ആ മദ്യം കാരണം ഉണ്ടാകുന്ന റിസൾട്ട് വരുമാനത്തെക്കാൾ കൂടുതലാണ്, നഷ്ടമാണ്. മദ്യത്തിലൂടെ വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ ആഫ്റ്റർ എഫക്ട്, സമൂഹത്തെ ബാധിക്കുന്ന നഷ്ടം ആ വരുമാനത്തെക്കാൾ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകണം, ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകണം. അത്തരം ഭരണ സംവിധാനങ്ങൾക്ക് ബാറുകൾ നിരോധിക്കാൻ സാധിക്കൂ, അത്തരം ഭരണ സംവിധാനങ്ങൾക്ക് മദ്യം നിരോധിക്കാൻ സാധിക്കൂ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇസ്ലാം ഹറാമാക്കി ഇത് ഒഴിവാക്കണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 ഇനങ്ങൾ, 10 ആളുകൾ, 10 വിഭാഗങ്ങൾ. ആ 10 വിഭാഗങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന് സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ് എന്നാണ്. നരകമാണ് അവന് ലഭിക്കുക എന്നുള്ളതാണ്. ആരാണ് ആ 10 വിഭാഗം ആളുകൾ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറിന്റെ വിഷയത്തിൽ. ഖംർ എന്ന് പറയുമ്പോൾ മദ്യം മാത്രമല്ല, മദ്യവും ലഹരി ഉണ്ടാക്കുന്ന സർവ്വതും അതിൽ ഉൾപ്പെടും. ആ ഒരു കാര്യത്തിൽ 10 വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നാണ്. ആസിറഹ, ഒന്നാമത് മദ്യമുണ്ടാക്കുന്നവൻ, ലഹരി ഉണ്ടാക്കുന്നവൻ, അത് വാറ്റുന്നവൻ. വമുഅതസിറഹ, അത് ആർക്കു വേണ്ടിയാണോ ഉണ്ടാക്കുന്നത്, ആർക്കു വേണ്ടിയാണോ വാറ്റുന്നത്, അയാളും അതിൽ ഉൾപ്പെടും. മൂന്നാമത് വശാരിബഹ, മദ്യം കുടിക്കുന്നവൻ. വഹാമിലഹ,
ആ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ കാരിയർ, ആ മയക്കുമരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന ആൾ, വഹാമിലഹ വൽ മഹ്മൂലതു ഇലൈഹി, ആർക്കാണോ കൊണ്ടു കൊടുക്കുന്നത് അയാളെയും പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. ഞാൻ കുടിക്കുന്നില്ല, എന്റെ കൂട്ടുകാർ കുടിക്കുന്നു, അതിന്റെ പൈസ ഞാൻ കൊടുക്കുന്നു. അത് കുടിപ്പിക്കുന്നവനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. അത് വിൽക്കുന്നവനെയും പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. മദ്യം വിറ്റുകൊണ്ട്, ലഹരി വിറ്റുകൊണ്ട്, ലഹരി പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരുമാനം ലഭിച്ചുകൊണ്ട് ആ വരുമാനം തിന്നുന്നവരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വൽ മുസ്തരീലഹ, അത് വിലക്കു വാങ്ങുന്നവരെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. വൽ മുസ്തറാഹു ലഹു, ആർക്കു വേണ്ടിയാണോ വിലക്ക് വാങ്ങുന്നത് അവനെയും പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. മദ്യവുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് സർവ്വ ആളുകളെയും ശപിച്ചിരിക്കുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത ആഖ്, പ്രവാചകൻ പറയാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ മന്നാൻ, കൊടുത്തത് എടുത്തു പറഞ്ഞു ഉപദ്രവിക്കുന്നവരെ, കൊടുത്തത് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ മുദ്മിനു ഖംറിൻ, കള്ളുകൂടി ശീലമാക്കിയവർ, അവരെയും അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. വ്യഭിചരിച്ച് നടക്കുന്നവരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലക്ക് ഇത്തരം ആഭാസങ്ങൾക്കെതിരെ നിലകൊള്ളാനും അതിന്റെ വക്താക്കളെ മനസ്സുകൊണ്ട് വെറുക്കാനും അതിൽ പെട്ടുപോയിട്ടുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും കൂട്ടമായ പരിശ്രമങ്ങൾ നടത്തണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു, അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, തകർച്ചയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ആളുകൾ, കുടിക്കുന്ന ആളുകൾക്ക് കുടിക്കാം, പക്ഷെ ഞാൻ കുടിക്കുന്നില്ല. ചില യൂട്യൂബേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്നവർ അവകാശപ്പെടുന്ന ചില ആളുകൾ പറയുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ കുടിക്കൂല, എൻ്റെ കൂട്ടുകാരന്മാർ കുടിക്കും, അവർ കുടിക്കുമ്പോൾ എന്നെ അത് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ചില വിവരമില്ലാത്ത ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ പറഞ്ഞ നിസാം 22 വയസ്സ് വരെ അവർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഒരൊറ്റ ട്രിപ്പ് കൊണ്ട് എന്ത് ചെയ്തു? അവന്റെ ജീവിതം മാറി. എന്തുകൊണ്ട്? കൂട്ടുകാരന്മാരിലൂടെ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംർ. ലഹരി വിളമ്പുന്ന ഒരു സദസ്സിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ
അല്ലാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് ന്യായം പറഞ്ഞാലും ശരി, ആ ഒരു സാഹചര്യം അങ്ങനെയാണ്, ആ സാഹചര്യം അങ്ങനെയാണ്, ഞാൻ കുടിച്ചിട്ടില്ല, അവര് മാത്രമേ കുടിച്ചിട്ടുള്ളൂ, എന്നെ അത് ബാധിക്കുന്നില്ല, ഒന്നും അതിൽ പറയാൻ ന്യായമില്ല എന്നാണ് റസൂൽ. നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടോ, അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഔന്നിത്യം അവർക്കില്ല, നിങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് അവർ എത്തിയിട്ടില്ല. അത്തരം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഔന്നിത്യം കുറഞ്ഞ വൃത്തികെട്ട കൂട്ടുകാരന്മാരുടെ കൂട്ടുകൂടെ കൊണ്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. അവരുടെ കൂട്ടുകെട്ടല്ല നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുക. അവരുടെ കൂട്ടുകെട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്നതാണ്. അതുകൊണ്ട് അവർ മദ്യം സേവിക്കുകയാണെങ്കിൽ, മദ്യം കുടിക്കുകയാണെങ്കിൽ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇരിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്നല്ല, ഇരിക്കാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പോലും പാടില്ല. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യാണ് ഇതൊക്കെ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറച്ചുള്ളൂ എന്ന് പറയുന്ന രൂപത്തിൽ നോർമലൈസ് ചെയ്യാൻ ഇതൊക്കെ സാധാരണ നടക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ള രൂപത്തിൽ. എന്താണ് പരിഹാരം? എന്താണ് സൊല്യൂഷൻ? വല്ല പരിഹാരവും പറയാനുണ്ടോ? കോവിഡ് രോഗി എന്ന് പറയപ്പെട്ട ആളുകളുടെ റൂട്ട് മാപ്പ് ചെക്ക് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് ലഹരി വരുന്ന റൂട്ട് മാപ്പ് ചെക്ക് ചെയ്തുകൂടാ? ഭരണ സംവിധാനങ്ങൾ വിചാരിച്ചാൽ നടക്കുന്നതല്ലേ? കഴിയൂല. കാരണം ആ സംവിധാനങ്ങളെ സ്വാധീനിക്കുന്ന മാഫിയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സംവിധാനങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലും ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്കുണ്ടാകണം, നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകണം, നമ്മുടെ മഹലിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകണം. എന്തു വേണം? ആ ഒരു കാര്യം അതിലേക്ക് പോകാതിരിക്കാൻ, അതിലേക്ക് ചെറുപ്പക്കാർ പോകാതിരിക്കാൻ എന്തു വേണം? അവരിലേക്ക് മതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പ്രവാചക ഇന്നമ നസല അവ്വല മാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സൽ ഫീഹാ ദിക്റുൽ ജന്നത്തി വന്നാർ. ആദ്യം തന്നെ അവതരിച്ചത് സൂറത്തുകളിലെ സ്വർഗത്തെയും നരകത്തെയും പറ്റി പറയുന്ന, പരലോകവുമായി ബന്ധപ്പെട്ട് പറയുന്ന സൂറത്തുകളാണ്. ഹത്താ ഇദാ സാബൻ നാസു ഇലൽ ഇസ്ലാം നസലൽ ഹലാൽ വൽ ഹറാം. അങ്ങനെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഹലാൽ ഹറാമുകളെ പറ്റി പറഞ്ഞത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് പരലോകത്തെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാവണം. സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം അവൻ ഉണ്ടാക്കി കൊടുക്കണം. എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് അത് മാത്രമേ അവരെ പ്രൊട്ടക്റ്റഡ് ആക്കി നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്തൊന്നുമില്ല. നിങ്ങൾ കാണാത്ത എത്ര സമയം അവർക്കുണ്ട്? നിങ്ങളുടെ കുടുംബവും കാണാത്ത എത്ര സമയം അവൾക്കുണ്ട്, അവനുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും ഇതിൽ ഉൾപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹു എന്നിട്ട് അവര് പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംർ. ആദ്യം തന്നെ മദ്യം കുടിക്കരുത് എന്നാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദ, മദ്യം ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ കഴിയൂല എന്നവർ പറയുമായിരുന്നു. വലൗ നസല ലാ തസ്നു, വ്യഭിചരിക്കരുത് എന്ന് ആദ്യം തന്നെ ഇറങ്ങിയിരുന്നുവെങ്കിൽ, ഖുർആൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, ലഖാലു ലാ നദഉ സിന അബദൻ, വ്യഭിചാരം ഞങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നവർ പറയുമായിരുന്നു. പക്ഷേ അല്ലാഹു തആല ആദ്യം ഇറക്കി കൊടുത്തത് സ്വർഗ നരകങ്ങളെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച്, ഇതൊക്കെയാണ് ആദ്യം പഠിപ്പിച്ചത്. ഇതാണ് അടിസ്ഥാനം സഹോദരങ്ങളെ, ഇതാണ് അടിസ്ഥാനം. അത് എവിടുന്നാ കിട്ടുക? ഖുർആനാ കിട്ടുക. ആ ഖുർആൻ പഠിക്കാനാണ് QHLS. എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ കുടുംബസമേതം ആ ക്ലാസ്സിൽ വരുന്നില്ല?
ഓരോ ആയത്തല്ലേ നിങ്ങൾ പഠിക്കുന്നത്? അത് പഠിക്കാനുള്ള ബാധ്യത ആർക്കില്ലേ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇങ്ങനൊക്കെ പോയാൽ അങ്ങനെ ശരിയാവും എന്നുള്ള വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ നമ്മുടെ മക്കൾ കൈവിടുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനം എടുത്തോളൂ. അത്രയും ദുഷിച്ച കാലഘട്ടത്തിലൂടെയാണ് ഭരണ സംവിധാനങ്ങളടക്കം സാമൂഹ്യ സാഹചര്യങ്ങളടക്കം ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മിൽ നിന്ന് കൈവിടും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനമുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇത്തരം മാഫിയകളിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള സഹായം, തൗഫീഖ് അല്ലാഹു തആല നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.